നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ചതിനോർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം, സത്യവചനം, തിരുവചനം, ഭൂമിയുടെ അതിർത്തികൾ വരെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ വചനം, സൃഷ്ടികർമ്മത്തിൽ പിതാവായ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനം, ആ വചനത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ആത്മീയമായി ചിന്തിക്കുന്നതിനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവമേ, യേശയ്യാപ്രവചന പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുന്ന തിരുവചന ഭാഗങ്ങൾ 11-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. 11-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവാക്യത്തിൽ പറയുന്നു, ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്ത് വരും. പെട്ടെന്ന് വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാവാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു. ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളർക്കും എന്ന് പറയും. ഒരു പ്രവചന സന്ദേശം പറയുകയാണ്. ഒന്ന്, ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്ത് വരും എന്ന് പറയുന്നത് ജസ്സയുടെ മകനായ രാജകീയ അഭിഷേകം പ്രാപിച്ച ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. എബ്രഹാത്തിൽ നിന്ന് 14-ാമത്തെ തലമുറയിലാണ് ദാവീദ് ജനിച്ചത്. ദാവീദിൽ നിന്ന് പിന്നീട് 14 തലമുറ മുന്നോട്ട് പോകുന്ന സമയത്ത് സെദേക്കിയ വരെ രാജാക്കന്മാർ ആ വംശത്തിൽ ജനിക്കുന്നു. സെദേക്കിയെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുവന്നതിന് പിന്നാലെ ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നു. തുടർന്ന് അബ്രഹാത്തിൽ നിന്ന് 42-ാമത്തെ തലമുറയിൽ 42-ാമത്തെ വ്യക്തിയായി മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചതായി നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 വരെ വാക്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ്, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്സയെക്കുറിച്ച് പറയുന്നു. ജസ്സ എന്ന കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും എന്ന് പറയുന്നത് ജസ്സയിൽ നിന്ന് ദാവീദ് ജനിക്കുന്നതിനെ കുറിച്ചാണ്. വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടി കിളിർക്കുമെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്ന പ്രവചനമാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുമെന്നൊരു പ്രവചനം പറയുന്നു. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ കാണുന്നത്. സ്നാപകയോഹന്നാൻ്റെ അടുത്ത് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് കടന്നു വരുന്നു. സ്നാപകയോഹന്നാൻ ആദ്യം വിസമ്മതിക്കുന്നു. നിന്നിൽ നിന്ന് ഞാനാണ് സ്നാനം സ്വീകരിക്കേണ്ടതെന്ന് സ്നാപകൻ പറയുന്നു. എന്നാൽ എല്ലാ നിയമവും പൂർത്തീകരിക്കട്ടെ എന്ന് യേശു പറയുന്നു. തുടർന്ന് സ്നാപകയോഹന്നാനിൽ നിന്ന് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. ആ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന തിരുവചനം ദൈവസ്വരം കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്ന് ആവസിക്കുന്നു. ആ ആവസിക്കുന്ന സമയത്ത് പറയാണ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണ് പറയുന്നത്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പാപത്തിൽ നിന്ന് മാറി നിൽക്കുക, പാപത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ തിരുത്തുക, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുക, പിശാചിൻ്റെ പിടിയിൽ അമർന്നു നിൽക്കുന്ന ആളുകളെ വിമോചിപ്പിക്കുക. ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും, കർത്താവിൻ്റെ ആത്മാവ്, പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൽ ആവസിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ഇത് കഴിഞ്ഞിട്ട് പറയാണ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. ജ്ഞാനവും വിവേകം യേശുവിൽ കുടിക്കൊള്ളുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. ഉപദേശം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമത്തിൽ ഉണ്ടായിരുന്ന കാലോചിതമായ പരിഷ്കരണങ്ങളിലേക്ക് ആവശ്യമുള്ളതിലേക്കുള്ള തിരുത്തലുകൾ നടക്കുന്നു. കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു സംഭവം മാത്രം പറയാം. ഇസ്രായേൽ ജനം സാബത്ത് ദിനത്തിൽ തൊഴിൽ ചെയ്യുകയില്ല. വെള്ളിയാഴ്ച രാത്രി 6 മണിക്ക് മുതൽ ശനിയാഴ്ച വരെയാണ് സാബത്ത് ആചരിക്കുന്നത്. സാബത്ത് ദിവസത്തിൽ കിണറ്റിൽ ആടോ കാളയോ വീണാൽ ആടിനെയോ കാളയോ രക്ഷിക്കുന്നതുകൊണ്ട് സാബത്തിൻ്റെ ലംഘനമാവുന്നില്ല. എന്നാൽ സാബത്ത് ദിവസത്തിൽ ഒരു രോഗിക്ക് യേശു സൗഖ്യം കൊടുത്ത സമയത്ത് സാബത്ത് ലംഘിച്ചു എന്ന് ഫരിസയർ ആരോപിക്കുകയും യഹൂദ നിയമങ്ങൾക്കും പിതാക്കന്മാരുടെ നിയമങ്ങൾക്കും യേശു എതിരാണെന്ന് അവർ പ്രചരിപ്പിക്കുകയും യേശുവിനെതിരെ ശിക്ഷണ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് യേശു പറയുന്നു, കാളകളെ രക്ഷിക്കാമെങ്കിൽ, ആടിനെ സാബത്ത് ദിനത്തിൽ രക്ഷിക്കാമെങ്കിൽ സാബത്ത് ദിനത്തിൽ നന്മ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. മൃഗത്തെ രക്ഷിക്കാമെങ്കിൽ മനുഷ്യനെയും രക്ഷിക്കാം. മോശയുടെ നിയമത്തിനുള്ള വ്യതിചലനമാണ്, എന്നാൽ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന് മുൻപിൽ കൊണ്ടുവരുന്നു. യേശുവിനോട് പറയുന്നു, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശുവിനോട് ചോദിക്കുന്നത്, എന്താണ് ഇവളെ ചെയ്യേണ്ടത്? യേശു ഇങ്ങനൊരു മറുപടി നൽകുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. വലിയവൻ മുതൽ ചെറിയവൻ വരെ കല്ലുപേക്ഷിച്ചിട്ട് കടന്നുപോയി. പാപബോധമുണ്ടായതുകൊണ്ട് കടന്നുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ഉപദേശം അവരുടെ മുൻപിൽ നിയമത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഈ ഉപദേശത്തിൻ്റെ ആത്മാവ് ഒരു ശക്തിയുടെ ആത്മാവ്. യേശു പ്രസംഗിക്കുന്ന സമയത്ത് പിശാചുകൾ വിട്ടുപോകുന്നു, ബന്ധിതർക്ക് മോചനം ലഭിക്കുന്നു. ആ മോചനം കിട്ടുന്ന സമയത്ത് കേട്ടുനിന്ന ആളുകൾ പറയുന്നു, ഇവൻ നമ്മുടെ പുരോഹിതന്മാരെ പോലെയോ ലേവ്യരെ പോലെയല്ല പറയുന്നത്, ഇവൻ ശക്തിയോടുകൂടിയാണ് പറയുന്നത്, ദൃഢനിശ്ചയത്തോടുകൂടിയാണ് പറയുന്നത്. ഇവൻ്റെ കൽപ്പന കേട്ട് പിശാചുകൾ പോലും മനുഷ്യനിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് യേശുവിൽ കുടികൊള്ളുന്നു. തുറന്നു പറയാണ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. പലപ്പോഴും അറിവ് അഹന്ത ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. വലിയ അറിവുള്ള ആളുകൾ ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും അത് തെറ്റാണ്, ഇത് തെറ്റാണ്, ശാസ്ത്രീയ വശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇപ്പോൾ പുതിയതായിട്ട് പ്രത്യക്ഷപ്പെട്ട ആജ്ഞേയവാദം ആയിട്ട് ബന്ധപ്പെട്ട ആഗ്നോസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, ഇത്തരം ആളുകളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ദൈവഭക്തിയുടെ ആത്മാവ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആത്മാവ്, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ച് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന ആത്മാവ്, ഭക്തിയുടെ ആത്മാവ്. ഒരു നേരമെങ്കിലും 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ചെലവഴിക്കാൻ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ ആവശ്യപ്പെടുന്ന ഭക്തിയുടെ ആത്മാവ്. സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രചോദനം നൽകുന്ന ഭക്തിയുടെ ആത്മാവ്. അതുപോലെ തന്നെ അറിവിൻ്റെയും ആത്മാവ്. ആത്മീയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് യേശു പലപ്പോഴും പറയുന്നു, നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളെന്ത് പറയുന്നു? ഇത് കഴിഞ്ഞിട്ട് യേശു പലപ്പോഴും പറയും, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമായ യേശു എന്ത് പറയുന്ന സമയത്ത് പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അതിലെ കുറവുകൾ പരിഹരിക്കുന്ന തരത്തിൽ പറയുന്നു. ഏറ്റവും ശ്രദ്ധേയമായ യേശുവിൻ്റെ പ്രബോധനം, യഹൂദര് പാപമോചനം കിട്ടാൻ വേണ്ടി യോം കിപ്പൂർ ദിനത്തിൽ ഒരു ആടിനെ കൊണ്ടുവന്ന് മഹാപുരോഹിതൻ്റെ കൈകളിൽ കൊടുത്ത്, മഹാപുരോഹിതൻ സ്വന്തം പാപത്തിന് വേണ്ടി ഒരു ആടിനെ ബലിയർപ്പിച്ച് അതിൻ്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് രക്തം തളിക്കുന്നു. തുടർന്ന് മഹാപുരോഹിതൻ വിശദീകരണത്തിന് ശേഷം മടങ്ങി വന്ന് ജനത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി ബലിയർപ്പിച്ച ആടിൻ്റെ രക്തമെടുത്ത് തളിക്കുന്നു. ഇതിനുശേഷം ആടിനെ ഒരു ലേവായൻ്റെ കയ്യിൽ മരുഭൂമിയിലേക്ക് കൊടുത്തയക്കുന്നു. അതിനു മുമ്പ് വ്യക്തി ചെയ്ത പാപം മുഴുവൻ ആടിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആടിൻ്റെ മേലെ ആരോപിക്കുന്നു. ആടിനെ കൊണ്ട് മരുഭൂമിയിലെ വിജനതയിൽ വിടുന്നു. ആ വിജനതയിൽ ഏതെങ്കിലും വന്യമൃഗം ഈ ആടിനെ കടിച്ചു വന്ന് രക്തം ചിന്തി മണ്ണിൽ വീഴുന്ന സമയത്ത് ഈ വ്യക്തിക്ക് പാപമോചനം കിട്ടുന്നു. ഈ വിശ്വാസം നിലനിൽക്കുന്ന സമയത്ത് യേശു വന്നിട്ട് ജ്ഞാനസ്നാന സമയത്ത് ശ്രാവയോനാൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്.
തുടർന്ന് നമ്മൾ കാണുന്നു യേശുവിൻ്റെ മരണസമയത്ത് യേശു ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസ് വിധിക്കുന്നു. കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതിനു മുൻപ് 39 തവണ ചാട്ടവാറ കൊണ്ടടിക്കുന്നു. യേശുവിൻ്റെ രക്തം മണ്ണിൽ വീഴുന്നു. ആ മണ്ണിൽ വീഴുന്നു. അവസാനത്തുള്ളി രക്തവും വെള്ളവും ചിന്തി ഹൃദയം പിളർക്കപ്പെടുന്നു. കണങ്കാല് തകർക്കാൻ പോയ സമയത്ത് മരിച്ചതുകൊണ്ട് തകർക്കുന്നില്ല. അവസാനത്തുള്ളി രക്തം ചിന്തി മരിക്കുന്ന സമയത്ത് യേശു പറയുന്നു, അതിനു മുൻപ് തന്നെ യേശു പറയുന്നുണ്ട്, എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുവിൻ, എൻ്റെ രക്തം വാങ്ങി പാനം ചെയ്യുവിൻ. അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുകയും രക്തം വാങ്ങി പാനം ചെയ്യുകയും ചെയ്യുന്നതിന് എന്നിലും ഞാൻ അവനിലും വസിക്കും, അവൻ നിത്യജീവന് വേണ്ടി ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമമനുസരിച്ച് ആടിന് ബലി കൊടുക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ ആടിന് ബലി കൊടുക്കണ്ട, വിശ്വാസത്താൽ സംലബ്ധമാകുന്ന യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നു, നിത്യജീവൻ ലഭിക്കുന്നു, പൈശാചിക ശക്തികളിൽ നിന്ന് മോചനം കിട്ടുന്നു, രോഗപീഠകളിൽ നിന്ന് സൗഖ്യം കിട്ടുന്നു എന്ന വലിയ പ്രബോധനം യേശു കൊടുക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശത്തിൻ്റെ ശക്തിയുടെ ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, ദൈവിക പ്രബോധനങ്ങളുള്ള അഗാധമായ പാണ്ഡിത്യം. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. നമുക്ക് പലപ്പോഴും ഭൗതികമായ കാര്യത്തിലാണ് ആനന്ദം കൊള്ളുന്നതെങ്കിൽ യേശു ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും എന്ന് തിരുവചനം പറയുന്നു. കണ്ണ് കൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തില്ല. നമ്മൾ പലപ്പോഴും ഒരാളെ വിധിക്കുന്ന സമയത്ത് ബാഹ്യമായി കാണുന്ന കാര്യങ്ങൾ കൊണ്ടാണ് വിധി പ്രസ്താവിക്കുന്നത്. ഒന്ന്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നു. ഇന്ന് പലപ്പോഴും പറയാറുണ്ട് ഞാൻ വീഡിയോ കണ്ടതാണെന്ന്. ഇപ്പോൾ പറയുന്നു AI, ChatGPT, ഡീപ് സീക്ക് എന്നൊക്കെ പറഞ്ഞ് പല ഗ്രോക്ക് എന്ന് വേണ്ട പല സാധനങ്ങൾ വന്നിരിക്കുന്നു. ഉണ്ടാകാത്ത കാര്യങ്ങൾ പോലും കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വച്ച് ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണുകൾ കൊണ്ടൊരു വീഡിയോ കണ്ടാൽ പോലും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് നടത്തറയുള്ള സഹോദരൻ എന്നോട് ചോദിച്ചു, സഹോദരൻ കുറച്ച് പാട്ടുകളൊക്കെ എഴുതാറുണ്ട്, ഏതെങ്കിലും ഒരു പാട്ട് തന്നാൽ ഞാൻ ട്യൂൺ ചെയ്ത് തരാം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ ഒരു മ്യൂസിക്കിൽ പരിചയമൊന്നുമില്ല? അല്ല, അതല്ല, ഇപ്പോൾ ആപ്പ് വഴി ചെയ്യാം. അപ്പോൾ ഞാൻ എഴുതി വെച്ച ഒരു പാട്ട്, മുമ്പ് എഴുതി വെച്ചിരുന്ന പാട്ട് അദ്ദേഹത്തിന് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ പുള്ളി അത് പാട്ടാക്കി. പാടുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും BGM ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ചെയ്ത് പാട്ടാക്കി തിരിച്ചയച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനുള്ള കഴിവുകളൊന്നുമില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്പ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന, പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് പുള്ളി അത് കൈകാര്യം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത തലത്തിൽ കണ്ട കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റാതെ പോകുന്നു. അതായത് വീഡിയോ കണ്ടിട്ട് ഒരു തീരുമാനത്തിലും എത്താൻ ഒരിക്കലും സാധിക്കില്ല. ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് മാത്രം അവൻ വിധി നടത്തില്ല. കണ്ണുകൊണ്ട് കണ്ടാലും വിധിക്കില്ല, ചെവി കൊണ്ട് കേട്ടാലും വിധിക്കില്ല. കാരണം ചെവി കൊണ്ട് കേൾക്കുന്നതും ഇതുപോലെ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പറയാണ്, കണ്ണ് കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രമോ ചെവി കൊണ്ട് കേട്ടത് മാത്രമോ യേശു വിധി നടത്തില്ല. അല്ലെങ്കിൽ ബാഹ്യമായതിലല്ല യേശുവിൻ്റെ ശ്രദ്ധ, ആന്തരിക മനുഷ്യനിലേക്കാണ് ശ്രദ്ധ, ആത്മാവിലാണ് ശ്രദ്ധ, അല്ലെങ്കിൽ ഉള്ളിലെ മനുഷ്യനിലാണ് ശ്രദ്ധ, ആന്തരിക വ്യക്തിത്വത്തിൽ ആണ് യേശു ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നു മോശയുടെ നിയമപ്രകാരം ഒരുവൻ വ്യഭിചരിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ വ്യഭിചാരത്തിന് പുതിയൊരു നിർവചനം യേശു കൊടുക്കുന്നു. ഒരുവൻ ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഹൃദയത്തിൽ വ്യഭിചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രവൃത്തിയിലല്ല, ആന്തരികമായ ചിന്തയിലും ബുദ്ധിയിലുമാണ് യേശു പാപം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ ഉള്ളിൽ സംഭവിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണ് കൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുന്നില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പൊയ്
കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവിടെ കുട്ടികൾ ഒന്നിച്ചു നടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിൽ മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ സമഗ്രമായ മാറ്റം സംഭവിക്കും. പുതിയൊരാകാശം, പുതിയൊരു ഭൂമി സൃഷ്ടിക്കപ്പെടും. ആ പുതിയ ആകാശം, പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ, സമുദ്രത്തിൽ ജലം നിറയുന്നത് പോലെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് ഭൂമി നിറയും. ഭൂമിയിൽ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് ഭൂമി നിറയും. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവിക ജ്ഞാനത്താൽ നിറയുന്ന സമയത്ത് കോപം, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, കൊലപാതകം, നശീകരണം, വിഭാഗീയത, സ്പർദ്ധ, ഇതൊന്നും ഇല്ലാത്ത, അത് കഴിഞ്ഞിട്ട് അതിന് ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. എന്താണ്? സിംഹക്കുട്ടിയും പശുക്കിടാവും ഒന്നിച്ചു മേയും, പശുവും കരടിയും ഒന്നിച്ചു മേയും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന് മുകളിൽ കളിക്കും, മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്ന തരത്തിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അകൽച്ചയില്ലാതെയാവുന്നു. മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയില്ലാതെയാവുന്നു. സ്നേഹത്താൽ ഭൂമി മുഴുവൻ നിറയുന്നു. അതിൻ്റെ കാരണം പറയണത് എന്താണ്? സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യേശു പറഞ്ഞ, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് കേട്ട നിങ്ങൾ പിതാവിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുവിൻ. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും. സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, ക്ഷമ, ദയ, നന്മ, സ്നേഹം, ആനന്ദം, ആത്മസംയമനം, സൗമ്യത, ഇതിനെ കൊണ്ടൊക്കെ നിങ്ങളെ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നൽകിക്കൊണ്ട് ജ്ഞാനം, വിവേകം, രോഗസൗഖ്യം, അത്ഭുത ശക്തി പ്രവർത്തിക്കാനുള്ള വീര്യപ്രവൃത്തികൾ, പ്രകൃതി ശക്തികളിലുള്ള അതീശത്വം, ഇതെല്ലാം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വീണ്ടും എങ്ങനെയാണ് രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഉന്നതത്തിൽ നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടും. ഉന്നതത്തിൽ നിന്നുള്ള ആത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടും. മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും, മരുഭൂമിക്ക് ഈ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്ന സമയത്ത് പറയുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്. മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലായി മാറും, ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറും. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ട് കഴിഞ്ഞ സമയത്ത് പറയുന്ന ദൈവികമായ അറിവും ജ്ഞാനം കിട്ടുന്ന സമയത്ത് മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ അറിവ് നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രകൃതിയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നു. ഇപ്പോഴത്തെ ആധുനിക ഇസ്രായേലിൽ പോകുന്ന സമയത്ത് മരുഭൂമി പ്രദേശങ്ങളായ സ്ഥലങ്ങളൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചും മറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും വെള്ളം ഏറ്റവും കുറച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടും പലതരത്തിലുള്ള ആധുനികമായ കൃഷി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രദേശങ്ങൾ മുഴുവൻ ഫലപുഷ്ടിയുള്ള വയലാക്കി മാറ്റി. ഇത് കഴിഞ്ഞിട്ട് പറയാണ് ഫലപുഷ്ടിയുള്ള വയൽ വനമായി മാറുമെന്ന്. സാധാരണ ഇതിൽ മനുഷ്യൻ്റെ കരസ്പർശം ഏൽക്കാണ്ട് വരുമ്പോഴാണ് ഈ ഭൂമിയെല്ലാം കാടായി മാറുന്നത്, അല്ലെ വന്യമൃഗങ്ങൾ വളരുകയൊക്കെ ചെയ്യുന്നത്, അല്ലെ കാട് വികസിക്കുന്നത്. ഇപ്പോൾ മുൻകാലങ്ങളിൽ കാട് കൃഷി ചെയ്യാതിരുന്ന ഭൂമി പലപ്പോഴും വനമേഖലയായിരുന്ന സ്ഥലത്തൊക്കെ പോയി കൃഷി ചെയ്യുന്നവർക്ക് ഭൂമി സൗജന്യമായി കൊടുക്കുകയും റേഷൻ കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടിണി മാറി. ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് നാട്ടിൽ പട്ടിണിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു ഈ വനത്തിലെ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ടാണ് കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എൻവയറമെൻ്റൽ ഫ്രജൈൽ സോണാണ്, EFL ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നുള്ള ആളുകളെ കുടിയേർക്കുന്ന സമയത്തിലേക്ക് വരും. അപ്പോൾ വീണ്ടും ഈ കൃഷിഭൂമിയായി മാറിയ സ്ഥലങ്ങളൊക്കെ വനങ്ങളായി ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കും. കൊട്ടാരം പരിത്യക്തമായി കിടക്കും.
അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് നീതിയുടെ ഫലം സമാധാനമായിരിക്കും, നീതിയുടെ പരിണിത ഫലം പ്രശാന്തതയും എന്നേക്കുള്ള പ്രത്യാശയുമായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് നീതി, സമാധാനം, പ്രശാന്തത, പ്രത്യാശ, സമാധാനം എന്നിവയൊക്കെ ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നു 44-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ചെല്ലുന്ന സമയത്തും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ നമ്മൾ മറ്റൊരു തരത്തിൽ കാണുന്നു. വരണ്ട ഭൂമിയിൽ ജനവും, വരണ്ട ഭൂമിയിൽ ജലം. നേരത്തെ പറഞ്ഞത് മരുഭൂമി വയലും വയൽ വനവുമായി മാറുമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പറയുന്നു വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. വരണ്ട ഭൂമിയിൽ ജലം, ഉണങ്ങിയ നിലത്ത് അരുവികൾ. വരണ്ട ഭൂമി എന്ന് പറഞ്ഞാൽ ഊഷര ഭൂമി, വെള്ളം കിട്ടാത്ത സ്ഥലത്ത് വെള്ളം കിട്ടുന്നു. ഇനി ഉണങ്ങി വരണ്ട് ഇല്ലാത്ത സ്ഥലത്ത് അതിനെ കുതിർക്കണമെങ്കിൽ അരുവികൾ ഒഴുകണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഇത് രണ്ടും പറഞ്ഞിട്ട് പറഞ്ഞു നിൻ്റെ സന്തതിയിലും എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ഭൂമിയിൽ ജലം വരുന്ന പോലെ, ഉണങ്ങിയ നിലത്ത് അരുവികൾ ഒഴുകുന്നത് പോലെ നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹം ഞാൻ വർഷിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്ന സമയത്ത് യെശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെട്ട തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. അവസാനം കേട്ടത് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവാക്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും, നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. 32-ാമത്തെ അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കൂ. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുകയും ചെയ്യുന്നവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും. 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് 11-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ പലയിടങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുകയായിരുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും അവസാനത്തെ 11-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമിയിൽ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറയുമെന്നും. 32-ാമത്തെ അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് മരുഭൂമി വയലും വയൽ വനവും ആയി മാറുമെന്നും. തുടർന്ന് 44-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും, നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഈ കേട്ട തിരുവചനം ഞങ്ങളിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും പുതിയ നിയമത്തിൽ യേശു പറയുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പിന്നെ തുടർന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഞങ്ങൾ കൂടുതലും കേൾക്കാറുള്ളത്. എന്നാൽ യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ യേശുവിൻ്റെ മേൽ ആവസിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് മനുഷ്യർക്ക് നൽകുന്ന ജ്ഞാനം, സമുദ്രം ജലം കൊണ്ട് നിറയുന്ന പോലെ ഭൂമി ദൈവജ്ഞാനത്താൽ നിറയുമെന്ന വാഗ്ദത്തം, കർത്താവെ ഈ വാഗ്ദത്തങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് വയൽ വനവും വനത്തിൽ വലിയ വൃക്ഷങ്ങളുള്ള വനമായി മാറുന്ന പോലെ, കർത്താവെ ഊഷരഭൂമിയിൽ ജലവും, കർത്താവെ ഉണങ്ങിയ മണ്ണിൽ അരുവികളും ഒഴുക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ആത്മീയ പങ്കാളിത്തത്തിലേക്കും കൂട്ടായ്മയിലേക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും തുടർന്ന് 10 ദിവസം പരിശുദ്ധാത്മാവിൻ്റെ
കൃപകൾക്കായി, വരങ്ങൾക്കായി, ഫലങ്ങൾക്കായി, ദാനങ്ങൾക്കായി, ശക്തിക്കായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരിലേക്ക് ദൈവശക്തി കടന്നു വന്നതുപോലെ കർത്താവെ, ഞങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഴയതെല്ലാം കടന്നുപോയി ഒരു പുതിയ സൃഷ്ടിയായി ഞങ്ങളെ മാറ്റണമേ. ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് ഞങ്ങളിടയാക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവഹിതത്തിന് നിരക്കാത്തതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്ത് സമാധാനത്തിലും സന്തോഷത്തിലും നിത്യജീവൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങയോട് നന്ദി പറയുന്നു. ആമേൻ.